നമസ്കാരം. സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ കമ്പനി എന്ന് ചോദിച്ചാൽ അത് മാരുതി സുസുക്കി തന്നെയാണ്. 2025 കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 17,60,765 വാഹനങ്ങൾ അവർ വിറ്റു. രണ്ടാം സ്ഥാനത്തുള്ള ഹ്യുണ്ടായി 5,98,666 വാഹനങ്ങളാണ് വിറ്റത്. മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ വാഹന നിർമ്മാതാവായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് 5,53,591 വാഹനങ്ങളാണ് വിറ്റത്. എന്നാൽ നാലാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി, നമ്മൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്ര. അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസികളുണ്ട്. അതെന്താണെന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. അവർ ടോട്ടൽ 2025 5,51,487 വാഹനങ്ങൾ ടോട്ടൽ അവർ വിറ്റു. എന്നാൽ ഈ ഒരു സെയിൽ നമ്പർ നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് സിംഹഭാഗവും വന്നിട്ടുള്ളത് CNG വാഹനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ മാരുതിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,91,730 വാഹനങ്ങൾ 2025 എന്ന കലണ്ടർ വർഷത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് CNG വാഹനങ്ങളാണ്. ഹ്യുണ്ടായുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 79,267 യൂണിറ്റുകൾ. ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 1,39,460 വാഹനങ്ങൾ. എന്നാൽ മഹീന്ദ്രയ്ക്ക് 0 CNG വാഹനങ്ങളാണ്. മഹീന്ദ്രയ്ക്ക് CNG വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല, അവർ പാസഞ്ചർ വിഭാഗത്തിലെ വാഹനങ്ങളിലൊക്കെ CNG കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല കമേഴ്ഷ്യൽ വിഭാഗത്തിൽ പോലും CNG വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷ പോലെയുള്ള കാറ്റഗറിയിലൊക്കെ അവർ CNG കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാറുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും 0. എന്നാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളുടെ കണക്കെടുക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഒരു പ്രാതിനിധ്യം വന്നിട്ടുള്ളത് ഡീസൽ വാഹനങ്ങളിൽ തന്നെയാണ്. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ചില ആഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യാസ് നമ്പർ 1 SUV മേക്കേഴ്സ്. അത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് ചിരിയല്ലേ വരുന്നത്? യഥാർത്ഥത്തിൽ ആ ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ടത് മഹീന്ദ്രയ്ക്കാണ്. മഹീന്ദ്രയുടെ പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസും എൻജിൻ എന്ന് പറയുന്ന കാര്യത്തിലില്ല. നല്ല പവറുള്ള എൻജിനാണ്, അതായത് ടോർക്കി ആയിട്ടുള്ള ഒരു എൻജിനാണ് മഹീന്ദ്ര കൂടുതലും കൊടുക്കുന്നത്. അതിപ്പോൾ പെട്രോൾ ആണെന്നുണ്ടെങ്കിലും ഡീസൽ ആണെന്നുണ്ടെങ്കിലും ലോ ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് മഹീന്ദ്ര CNGയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാർ നിർമ്മാതാവെന്ന് പറയുന്നത് അത് മഹീന്ദ്രയാണ്. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേട്ട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ഇന്ത്യൻ മാനുഫാക്ചറിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകാൻ പോകുന്നൊരു കാർ നിർമ്മാണ കമ്പനി മഹീന്ദ്ര തന്നെയാണ്. റിയൽ SUV വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് മഹീന്ദ്ര തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സേഫ്റ്റിയാണ്. നമുക്കറിയാം. അത് മാത്രമല്ല വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനും കൂടെ നോക്കുക. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മഹീന്ദ്ര എന്തുകൊണ്ടാണ് അവരുടെ സെയിൽ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് CNG നിർമ്മിക്കാത്തത്, അല്ലെങ്കിൽ CNG വാഹനങ്ങൾ നിർമ്മിക്കാത്തത്? അവർ ഓൾറെഡി CNG വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്നൊരു വാഹന നിർമ്മാതാവ് തന്നെയാണ്. അവരുടെ പാസഞ്ചർ വിഭാഗത്തിൽ തന്നെയുള്ള ബൊലേറോ പോലെയുള്ള വാഹനങ്ങളിലൊക്കെ CNG അവർ കൊണ്ടുവന്നു. ബൊലേറോ പിക്കപ്പ് ട്രക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല അവരുടെ ഓട്ടോറിക്ഷ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ CNG കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഇത് അണ്ടർ പവർ ആയിട്ടുള്ള CNG വാഹനങ്ങൾ മഹീന്ദ്രയുടെ ആ പേരിൻ്റെ ഒരു പൊലിമ കുറയ്ക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ആസ്പിറേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളൊരു വാഹനത്തെ കാണുമ്പോൾ നമുക്കത് നേടിയെടുക്കണം എന്ന് തോന്നുന്നു. ഇപ്പം ഫോക്സ് വാഗണിൻ്റെ ചില വാഹനങ്ങളുണ്ട്, അല്ലെങ്കിൽ ലംബോർഗിനി പോലെയുള്ള വലിയ വലിയ ഹൈ എൻഡ് ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് വാങ്ങണം എന്ന് തോന്നും. പക്ഷേ സാധാരണക്കാർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പവർഫുൾ വാഹനങ്ങൾ നിർമ്മിച്ച് അത് സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ള ആളുകൾ ഉണ്ടല്ലോ. അതിപ്പം നമുക്കൊരു 30 ലക്ഷം രൂപയോ 25 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ പോലും അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് വരെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. അല്ലാതെ 1 കോടി 2 കോടി അല്ലെങ്കിൽ 75 ലക്ഷം രൂപയുടെ മുകളിലേക്കുള്ള വാഹനങ്ങൾ അതിന് നമുക്ക് ദൂരെ നിന്ന് കാണാനേ കഴിയുകയുള്ളൂ. പക്ഷേ ഇന്ന് ആളുകൾക്ക് ഒരു 25 ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള നമ്മളെ മോഹിപ്പിക്കുന്ന പവറുള്ളൊരു വാഹനം അല്ലെങ്കിൽ ഫീച്ചറുള്ളൊരു വാഹനം ലഭിക്കാൻ കഴിയും എന്നുള്ളത് മഹീന്ദ്ര അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം മഹീന്ദ്രയുടെ BE6 ആണെന്നുണ്ടെങ്കിലും XEV9 ആണെന്നുണ്ടെങ്കിലും ഒക്കെ മറ്റൊരു വാഹന നിർമ്മാതാവ്, ഒരു വിദേശ വാഹന നിർമ്മാതാവ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഞാൻ പറയുന്നില്ല, എന്നാൽ ലക്ഷക്കണക്കിന് രൂപ, ഒരു 50 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ പ്രൈസ് ഇട്ടാൽ പോലും നമ്മൾ അതിനെ
രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കാരണം അതൊരു വിദേശ ബ്രാൻഡാണ്. പക്ഷേ നമ്മുടെ വാഹന നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ മഹീന്ദ്ര അത് നിർമ്മിച്ച് ഇന്ത്യക്കാർക്ക് ഓൾമോസ്റ്റ് അഫോർഡബിൾ ആകുന്ന രീതിയിൽ ആ ഒരു വാഹനത്തെ കൊണ്ടുവന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലോ ആൻഡ് ടോർക്ക് വളരെ കൂടുതലാണ്. ഏകദേശം 1500 RPM മുതൽ തന്നെ ഈ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചിൻ്റെ BHP കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെവട്രോൺ എഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 6000 RPMലാണ് 88 87 to 88 BHP പവർ ഉണ്ടാകുന്നത്. ഈ 6000 RPM ഒക്കെ എപ്പോഴാണ് എത്തുന്നത്? പക്ഷേ ഇവിടെ മഹീന്ദ്രയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എൻഡ് ടോർക്കാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. നമ്മൾ സ്റ്റാലിയൻ എഞ്ചിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. മൈലേജ് ഒരു കൺസേൺ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിപ്പം ബൊലേറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 75 PS പവറും 250 മുകളിൽ ടോർക്കും ഉണ്ട്. ബൊലേറോ നിയോ ആണെന്നുണ്ടെങ്കിൽ പോലും 100 BHP പവറുണ്ട്, 260 Nm ടോർക്കുമുണ്ട്. അതെല്ലാം ലോ എൻഡ് ടോർക്കാണ്. വളരെ ചെറിയ RPMൽ തന്നെ ആ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. മഹീന്ദ്ര ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് പവർഫുൾ എൻജിൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ബൊലേറോ ആയിക്കോട്ടെ, ഒരു ബൊലേറോ നിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കോർപിയോ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ സ്കോർപിയോ N ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ കണ്ടിട്ട് അത് നേടിയെടുക്കാനൊരു ശ്രമം നടത്തിയാൽ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പണം കണ്ടെത്തിയിട്ട് ആ ഒരു വാഹനത്തെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ നിൽക്കുന്നത്. ഇപ്പം താർ റോക്സ് ആയിക്കോട്ടെ, താർ ആയിക്കോട്ടെ. പക്ഷേ മഹീന്ദ്ര ഒരിക്കൽ പോലും അവരുടെ പേര് ഞങ്ങൾ SUV വാഹനങ്ങൾ തന്നെയാണ് നിർമ്മിക്കുന്നത്, അല്ലാതെ ഇത്തരത്തിലുള്ള CNG വാഹനങ്ങൾ നിർമ്മിച്ച് അണ്ടർ പവറായിട്ടുള്ള എഞ്ചിനുള്ള CNG വാഹനങ്ങൾ നിർമ്മിച്ച് ഞങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഞങ്ങൾ കളയുന്നില്ല എന്നുള്ളതാണ്. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് SUV വാഹനങ്ങൾ തന്നെയാണ് എന്നവരുടെ ഒഫീഷ്യൽസ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ടാക്സി പർപ്പസിന് വേണ്ടി വാഹനങ്ങൾ നിർമ്മിച്ച് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ഡിസയറാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ വാഹനങ്ങളിൽ ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. പക്ഷേ അതിൻ്റെ സെയിൽ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് തന്നെ ടാക്സി സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഡിസയറിൻ്റെ കേസ് മാത്രമല്ല, എർട്ടിഗ ആയിക്കോട്ടെ, വാഗണർ ആയിക്കോട്ടെ, എല്ലാം ടാക്സി സെഗ്മെൻറ്റിലേക്ക് CNG വാഹനങ്ങളാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെയിൽ നമ്പർ ഉയരാനായിട്ടൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ CNG വാഹനങ്ങൾ തന്നെയാണ്. മാത്രമല്ല കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കഫേ നോംസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഒരു വാഹന നിർമ്മാതാവിൻ്റെ വാഹനങ്ങൾ മൊത്തത്തിൽ എത്രത്തോളം കാർബൺ എമിഷൻ ഉണ്ടാക്കണം എന്നുള്ളതിന് ഒരു തോതുണ്ട്. അതാണ് ഈ കഫേ നോംസ് എന്ന് പറയുന്നത്. അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഹൈ ആയിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കും എന്ന് നമ്മൾ കരുതുന്ന ഡീസൽ എഞ്ചിനുകൾ മാത്രം വിൽക്കുന്ന ഒരു വാഹന നിർമ്മാതാവിന് അത് കഴിയുമോ? അതായത് കിലോമീറ്റർ ഇത്രമേൽ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ എമിഷൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹെവി ഫൈൻ വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മഹീന്ദ്ര എന്തുകൊണ്ട് അതിനെ തുലനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, മഹീന്ദ്രയുടെ മികച്ച ഇലക്ട്രിക് കാറുകളുണ്ട്. ആ BE6 ആയിക്കോട്ടെ, XEV9e ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു വളരെ മികച്ച ഒരു കാറാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. പക്ഷേ മഹീന്ദ്ര എന്ന് പറയുന്നൊരു വാഹന നിർമ്മാതാവ് ഒരു ഇലക്ട്രിക് കാറ് കൊണ്ടുവന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു മെട്രോ സിറ്റിയിൽ നിന്നും മറ്റൊരു മെട്രോ സിറ്റിയിൽ എത്തത്തക്ക രീതിയിലുള്ള റേഞ്ച് നൽകുന്ന വാഹനങ്ങളായിരുന്നു. നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നത്. അതിനെ ചുവടുവെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ടാറ്റ മോട്ടോഴ്സ് Harrier.EV ഒക്കെ കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് SUV വാഹനങ്ങൾ മാത്രം നിർമ്മിക്കുന്ന, മികച്ച വാഹനങ്ങൾ നിർമ്മിക്കുന്ന, മികച്ച എഞ്ചിനുകൾ നിർമ്മിക്കുന്ന, മികച്ച ടോർക്കിയായിട്ടുള്ള എഞ്ചിനുകൾ നൽകുന്ന, നല്ല പവർ നൽകുന്ന എഞ്ചിനുകളുള്ള മഹീന്ദ്രയാണ് ഇനി അങ്ങോട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു വാഹന നിർമ്മാതാവ്. തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ മികച്ച വാഹനങ്ങൾ വരുന്നുണ്ട്. അത് ഇലക്ട്രിക്കലായിരിക്കും. അതുമാത്രമല്ല മികച്ച എഞ്ചിനീയറിംഗ് സ്കില്ലോടുകൂടി അവർ ഡെവലപ്പ് ചെയ്യുന്ന വാഹനങ്ങളും അവരുടെ ടെക്നോളജിയൊക്കെ അക്സെപ്റ്റബിൾ ആണ്. തീർച്ചയായിട്ടും SUV വേണമോ അതിന് നമുക്ക് ആശ്രയിക്കേണ്ട ബ്രാൻഡ് എന്ന് പറയുന്നത് മഹീന്ദ്ര തന്നെയാണ്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.